Hi friends, Cooking with ANAND സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ഒരു ബെല്ലില്ലേ, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. മുട്ടുവേദനയും സന്ധിവേദനകളുമെല്ലാം പലരെയും അലട്ടുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഒരു പ്രായം കടന്നാൽ ഇത് പലരെയും വല്ലാത്ത രീതിയിൽ അലട്ടും. മുട്ടുവേദനയ്ക്കും സന്ധിവേദനകൾക്കും കാരണങ്ങൾ പലതുണ്ടാകുന്നു. ഇതിൽ എല്ലു തേയ്മാനം മുതൽ എല്ലുകൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ വരെ കാരണമാകും. പലർക്കും സഹിക്കുവാൻ വയ്യാത്ത വേദന നൽകുന്ന ഒന്നാണ് മുട്ടുവേദനയും സന്ധിവേദനകളുമല്ല. പലർക്കും നടക്കാൻ കഴിയാത്ത അവസ്ഥ വരെ വരുത്തുന്ന ഒന്നാണിത്. എല്ലുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ പലപ്പോഴും തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് പ്രശ്നം രൂക്ഷമാവുന്ന ഒന്നാണ്. മുട്ടുവേദനയ്ക്കും സന്ധിവേദനകൾക്കുമെല്ലാം പരിഹാരമായി പല വീട്ടുവൈദ്യങ്ങളുമുണ്ട്. ഇതിൽ നമുക്ക് തന്നെ അടുക്കളയിലെ ചേരുവകൾ ചേർത്ത് ഉപയോഗിക്കാവുന്ന പലതും പെടുന്നു. ഇത്തരത്തിൽ അടുക്കളയിലെ ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക പാനീയത്തെയാണ് കുക്കിംഗ് വിത്ത് ആനന്ദ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. കുരുമുളക്, ചുക്ക്, ജീരകം എന്നിവയാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ഇവയെല്ലാം തന്നെ ആരോഗ്യപരമായ ഗുണങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ കൂടെയാണിത്. ഇവയിലെ മരുന്ന് ഗുണങ്ങൾ തന്നെയാണ് മുട്ടുവേദനയ്ക്കും പരിഹാരമായി വരുന്നത്. കുരുമുളകുകളിൽ പെപ്പറൈൻ എന്ന പ്രത്യേക ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ വൈറ്റമിൻ എ, സി, കരോട്ടിനുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ജീരകവും ആരോഗ്യപരമായ ഗുണങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ്. വയറിൻ്റെ ആരോഗ്യത്തിനും തടി കുറയ്ക്കുവാനുമെല്ലാം മികച്ച ഒന്നാണിത്. ഇതുപോലെ തന്നെയാണ് ഇഞ്ചിയുടെ ഉണങ്ങിയ രൂപമായ ചുക്ക്. ആരോഗ്യപരമായ പല ഗുണങ്ങൾക്കും മികച്ചു നിൽക്കുന്ന ഒന്നാണിത്. ഇവയുടെ എല്ലാം പൊടികളാണ് എടുക്കേണ്ടത്. ഇവ കൃത്യമായ അനുപാതത്തിൽ എടുക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവ ഫ്രഷായി പൊടിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. വേണമെങ്കിൽ വറുത്ത പൊടിയുമാകാം. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അത് നന്നായി ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. വെള്ളം നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ചുക്കിടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം. ഇവയെല്ലാം കറക്റ്റ് അളവിൽ തന്നെ ഇടണം. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് കുടിക്കുവാനും പ്രത്യേക രീതിയുണ്ട്. രാവിലെ വെറും വയറ്റിൽ കുടിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കുടിക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപായി, രാത്രി കിടക്കുന്നതിന് അരമണിക്കൂർ മുൻപായി ഇത് കുടിക്കാം. ഇത് ദിവസവും ചെയ്യുന്നത് മുട്ടുവേദനയും സന്ധിവേദനകളുമെല്ലാം അകറ്റും. ഇത്തരം ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന നീര് മാറുവാനും ഇത് ഏറെ സഹായമാകുന്നു. എല്ലുകൾക്ക് ബലം നൽകുവാനും ഈ ഭാഗത്തുണ്ടാകുന്ന ജ്വലനം ഒഴിവാക്കുവാനുമെല്ലാം ഇത് ഏറെ നല്ലത് തന്നെയാണ്. എല്ലുകൾക്ക് ബലം നൽകുവാനും ഈ പ്രത്യേക പാനീയം സഹായിക്കുന്നു. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുവാനും ഇത് ഏറെ നല്ലത് തന്നെയാണ്. അമിതമായ കൊഴുപ്പിനെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുവാൻ ഇതിലെ 3 ചേരുവകൾക്കും ഏറെ സഹായിക്കും. വയറിൻ്റെ ആരോഗ്യത്തിനും മികച്ച ഒന്നുകൂടിയാണിത്. അസിഡിറ്റി, ഗ്യാസ് പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എന്തായാലും ഈ പാനീയം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും സജഷൻസോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു.